അർജുനേട്ടാ, പണ്ടൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യുദ്ധത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നു എന്ന രീതിയിലായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഇന്ത്യ ബ്രഹ്മോസ് പോലുള്ള ആയുധങ്ങൾ വിയറ്റ്നാമിനും ഇന്തോനേഷ്യക്കും ഫിലിപ്പീൻസിനും ഒക്കെ വിൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഈ വാർത്തകൾ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഇത് വെറും തള്ളാണ് എന്നാണ്. ശരിക്കും ഇതൊരു തള്ളാണോ അതോ ഇതിന് പിന്നിലെ സത്യം എന്താണ്? അല്ല, ഇതൊരിക്കലും തള്ളല്ല. നമുക്കറിയാം, പിന്നെ ക്രിസ്ത്യന പറഞ്ഞു തുടങ്ങിയാൽ തന്നെ കാലങ്ങളെ നമ്മൾ കേൾക്കുന്നതാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ആയുധ ഉടമ്പടി, ആയുധ കൈമാറ്റ കരാറിൽ ഒപ്പുവെച്ചു. പക്ഷെ അത് മാറിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. ഇപ്പം ഇന്ത്യ ആയുധം കയറ്റുമതി ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ വിയറ്റ്നാമിൻ്റെയും ഇന്തോനേഷ്യയുടെയും കരാറിനെ കുറിച്ച് ആദ്യമായി പ്രതികരിച്ചത് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹയാണ്. അദ്ദേഹം വ്യക്തമായ ഈ പിന്നെ കാലങ്ങളായിട്ട് കുറേയധികം നാളുകളായിട്ട് ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. തള്ളാടെന്ന് പറയുന്ന സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കരാറുള്ള അവസാന ഘട്ടത്തിലാണെന്ന്. അതായത് നമ്മൾ ബ്രഹ്മോസ് കയറ്റി അയക്കാൻ വേണ്ടി പോവുകയാണെന്ന്. ഇതൊരിക്കലും ഒരു തള്ളായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഇന്ത്യ ഒരു ഗ്ലോബൽ സൂപ്പർ പവറായിട്ട് മാറുന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഇന്ത്യയുടെ ഒരു വളർച്ചയുടെ മറ്റൊരു പടവാണ് ഇതിനെ കാണിക്കുന്നത് തന്നെ പറയാൻ വേണ്ടി പറ്റും. എന്താണ് ഈ ബ്രഹ്മോസ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം റഷ്യയുണ്ട്, ചൈനയുണ്ട്, അമേരിക്കയുണ്ട്, ഈ രാജ്യങ്ങളിലൊക്കെ മാറ്റി നിർത്തി മറ്റ് രാജ്യങ്ങൾ നമ്മളെ ഇന്ത്യനെ സമീപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ബ്രഹ്മോസ് എന്നുള്ള സാധനം നമ്മുടെ ഏറ്റവും വലിയ വജ്രായുധം ബ്രഹ്മോസാണ്. നമുക്കറിയാം, നമ്മുടെ സൈനിക ശക്തിക്ക് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഘട്ടത്തിലായാലും അതിന് മുന്നേ ആയാലും സൈനിക ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബ്രഹ്മോസാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സാധനം. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോവ നദിയുടെയും പേരിലാണ് ഈ ബ്രഹ്മോസ് എന്നുള്ളൊരു പേര് തന്നെ വരുന്നത്. ആ രണ്ട് ടെക്നോളജിയുമായിട്ടാണ് ബ്രഹ്മോസ് മിസൈലുകൾ വരുന്നത്. ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലാണ്. ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മളിപ്പം യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ മിസൈൽ വരുന്നതും പിന്നെ ഡ്രോൺ ആക്രമണങ്ങളും അതിനെ പ്രതിരോധിക്കുന്ന റഡാർ സിസ്റ്റമൊക്കെ നമുക്കിപ്പം സുപരിചിതമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഘട്ടത്തിലായാലും ഇപ്പം പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലായാലും ഈ റഡാറുകളുടെ പ്രവർത്തനം നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മോസിന് ഒരു പ്രത്യേകത, ശത്രു രാജ്യങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഇതിനെ തടുക്കാൻ പറ്റുന്ന റഡാറുകൾ ഇല്ല എന്നതാണ്. അതായത് ബ്രഹ്മോസ് മറ്റ് ശത്രുരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളുടെ പ്രതിരോധ സിസ്റ്റത്തെ തകർക്കാൻ പറ്റുന്ന രീതിയിൽ വളർന്നൊരു മിസൈലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് കൂടും. ഈ രീതിയിലേക്ക് വരുമ്പം അത് കയറ്റി അയക്കുമെന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു അഭിമാന പദ്ധതി, ഒരു പ്രൊജക്റ്റ് വെപ്പണാണ്. അത് വാങ്ങിയാൽ ഈ പറഞ്ഞ പോലെ തന്നെ അധികം ഭയക്കാതെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് കരുത്ത് കാട്ടാൻ പറ്റുന്ന സാധനമായതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് തന്നെ എത്തുന്നത്, ഈ കരാറിന് വേണ്ടി എത്തുന്നത്. നമുക്കറിയാം, ലോകത്ത് എത്രയോ രാജ്യങ്ങളുണ്ട്. ഇപ്പം ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ടും കരാറിൽ ഒപ്പിടാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഒക്കെ കരാർ ഒപ്പിടുമ്പോൾ ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നത്? ഇതിന് പിന്നിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ആശയം എന്താണ്? തീർച്ചയായും ഇതിപ്പം പറഞ്ഞത് തന്നെ പല രാജ്യങ്ങളുണ്ട്. ഈ വിയറ്റ്നാമും ഇന്തോനേഷ്യയും ചെറു രാജ്യങ്ങൾ എന്ന് പറയാം. അതുപോലെ നിരവധി രാജ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ എന്ന ചോദ്യമാണ്. അവിടെയാണ് ഇതിൻ്റെ ഈ ഒരു ഗെയിമിൻ്റെ മറ്റൊരു വശം കിടക്കുന്നതെന്ന് നമ്മൾ കരുതേണ്ടത്. കാരണം സൗത്ത് ചൈന സീയിൽ വരുന്ന രാജ്യങ്ങളായിട്ടാണ് ഇത് വരുന്നത്. ഈ ചൈന കാലങ്ങളായി ചെയ്തിരുന്നത് ഇന്ത്യയും ചൈന തമ്മിലുള്ള ഒരു ടെൻഷൻ പണ്ട് തൊട്ടേ ഉണ്ടെന്ന് നമുക്കറിയാലോ. ഒരു അത്ര സുഖകരമായ ബന്ധമാണെങ്കിൽ അത്ര സുഖമല്ല എന്ന് പറയാം. അപ്പം പാകിസ്ഥാനിലും ശ്രീലങ്കയിലുമായിട്ട് അവിടുത്തെ അതിർത്തികളിലായിട്ട് ഇന്ത്യക്കെതിരെ ഒരു ഭീഷണി പോലെ നിൽക്കുന്ന രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ ഉപയോഗിച്ച് അവരുടെ കര ഉപയോഗിച്ചായാലും അതിർത്തി ഉപയോഗിച്ചായാലും ഇന്ത്യക്കെതിരെ തിരിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഇതുപോലെ തന്നെ ചൈനയ്ക്ക് പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളാണ്. അവിടെ നിരന്തരം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ചൈന കൊടുക്കുന്ന ഒരു പരോക്ഷ മറുപടിയാണ്, നിങ്ങൾ ശ്രീലങ്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ പ്രശ്നം നടക്കുന്ന ആ സ്ഥലത്ത് കൂടുതൽ അവർക്ക് ആയുധങ്ങൾ നൽകും, അവർക്ക് സപ്പോർട്ട് നൽകി, ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ട് നൽകുകയാണ്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്തായാലും ഉണ്ടാകും. അതായത് ചൈനയ്ക്ക് ഒരു ടെൻഷൻ ഇവിടെ വരും, നമ്മുടെ അതിർത്തി നമുക്ക് നമ്മുടെ അയലോകത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവും, ഇന്ത്യ ഇവിടെ ആയുധം കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണോ കാലങ്ങളായിട്ട് ഇന്ത്യയെ ചൈന പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചത്, അതേ നാണയത്തിലുള്ള തിരിച്ചടിയായിട്ടാണ് ഈ പറയുന്ന വിയറ്റ്നാമിനും ഇന്തോനേഷ്യയിലേക്കും ഇന്ത്യ ബ്രഹ്മോസുകൾ എത്തിക്കുന്നത്. ഇപ്പം ബ്രഹ്മോസ് പ്രൊജക്ട് ഇന്ത്യ മുൻപോട്ട് വയ്ക്കുമ്പോൾ ചൈനയും അമേരിക്കയുടെയും നിലപാടുണ്ടല്ലോ. ഈ രണ്ട് രാജ്യങ്ങളുടെയും നിലപാടുകൾ എങ്ങനെയായിരിക്കും? കാരണം ഈ രണ്ട് രാജ്യങ്ങളിലും ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലും വിൽക്കുന്നതിലും വാങ്ങുന്നതിലും ഒക്കെ ഇവരുടെ പങ്കും ഒക്കെ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യാറുണ്ട്. ഏതെങ്കിലും രാജ്യത്ത് യുദ്ധം ഉണ്ടാകുമ്പോൾ ഇവർ ആയുധങ്ങൾ കൈമാറുന്നത് വലിയൊരു വാർത്തയാവാറുണ്ടല്ലോ. അപ്പൊ ഇന്ത്യയുടെ ഈ ഒരു പ്രൊജക്ടിനോട് അവരുടെ സമീപനം എന്തായിരിക്കും? തീർച്ചയായും ഇത് പറഞ്ഞ തന്നെ ഏറ്റവും വലിയ ആയുധങ്ങൾ കൈവശമുള്ള അല്ലെങ്കിൽ സ്ട്രെങ്തിൽ മുന്നിലെക്കുന്ന രാജ്യങ്ങളാണ് ചൈനയും അമേരിക്കയും. ഈ രണ്ട് രാജ്യങ്ങൾ ഇതിനെ കാണുമ്പോൾ ചൈനയ്ക്ക് കുറച്ചുകൂടി ആശങ്കപ്പെടാന്ന് പറഞ്ഞാൽ അത്ര സുഖകരമല്ല ചൈനയ്ക്ക് ഈ കാര്യങ്ങൾ വരുന്നത്. ഈ നേരത്തെ പറഞ്ഞ സൗത്ത് ചൈന സീയിൽ വരുന്ന രാജ്യങ്ങളാണല്ലോ വരുന്നത്. അവരുടെ കയ്യിലേക്ക് ബ്രഹ്മോസ് പോലുള്ള ആയുധങ്ങൾ ലഭിക്കുമ്പോൾ അവർക്ക് അവരുടെ മേഖലയിൽ അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങൾ ഇപ്പം അവിടെ ശുചിക്കും പറഞ്ഞാൽ അവർക്ക് വിലസാൻ പറ്റുകയാണ്. കാരണം സ്ട്രെങ്ത്
സൈനിക ശക്തി കൊണ്ട് അവർക്ക് എതിരാളികളൊന്നുമില്ലാത്തൊരവസ്ഥയിലാണ് അവരുടെ കപ്പലുകളായാലും അതിർത്തിയായാലും പോകുന്നത്. അവിടേക്കാണ് ഇന്ത്യയുടെ ഈ ബ്രഹ്മോസ് എത്തുന്നത്. ബ്രഹ്മോസ് എത്തിയാൽ ചൈനയ്ക്ക് ഒരിക്കലും കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. അവർക്കൊരു ഭീഷണി അവിടെയുണ്ട്. നമ്മൾ പറഞ്ഞാൽ തന്നെ ഈ ചൈന പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ആയുധങ്ങൾ നമ്മൾ ഇന്ത്യ പ്രതിരോധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ അവിടെ ഇന്ത്യയുടെ ആയുധങ്ങൾ അത്ര മോശമല്ല എന്നൊരു ഫീലിപ്പും ഉണ്ട്. ആ ഘട്ടത്തിൽ ചൈനയുടെ ഈ പ്രശ്നമുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ ചൈന അവിടെ കരുതിയിരിക്കേണ്ട അവസ്ഥ വരും. ചൈന അത്ര നന്നായിട്ടായിരിക്കില്ല, അത്ര സുഖത്തോടെ ആയിരിക്കില്ല ഈ ആയുധ ഇടപാടിനെ കാണുന്നത്. നേരെ കുറച്ച് അമേരിക്കയിൽ വരുമ്പം അമേരിക്കയ്ക്ക് ഇത് സന്തോഷമുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ നിന്ന് തന്നെ ഇന്ത്യൻ ഭൂപടത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ജിയോ പൊളിറ്റിക്സിൽ നിന്ന് തന്നെ ചൈനക്കെതിരെ ഒരു സ്ട്രെങ്ത് വരുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇപ്പം ഈ വിയറ്റ്നാമിലായാലും ഇന്തോനേഷ്യയിലും അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുമ്പം അത് പല തലങ്ങളിലേക്ക് പോകും, പല ചർച്ചകളിലേക്ക് പോകും. ഈ പറഞ്ഞ പോലെ ചൈന അമേരിക്ക തമ്മിൽ നേരിട്ടുള്ള കോൺഫ്ലിക്റ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇന്ത്യ ചൈനയ്ക്ക് കൊടുക്കുമ്പോൾ ഇന്ത്യ പസഫിക് മേഖലയിലെ ഒരു സൈനിക സ്ട്രെങ്ത് ശക്തിപ്പെടുത്താനാണെന്നുള്ള വാദം വരും. ഈ മേഖലയുടെ സുരക്ഷ മുൻനിർത്തിയാണ് നമ്മൾ ആയുധങ്ങൾ കൈമാറുന്നത്. ഒരു പരസ്പര സഹകരണത്തിനെന്ന് പറയുമ്പം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ചൈനയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അമേരിക്ക നോക്കുമ്പം ഈ രാജ്യങ്ങൾക്ക് ചൈനയുടെ ടെൻഷൻ വർദ്ധിക്കുവാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് പ്രദേശങ്ങളിൽ ഒരു കാലങ്ങളെ പ്രശ്നം നിൽക്കുന്ന മേഖലകളിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാവാനുള്ള ഒരു ഇതായിട്ടാണ് ഇന്ത്യയുടെ നടപടി വരുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അത് സന്തോഷമായിരിക്കും. കാരണം ഒരു പ്രത്യക്ഷത്തിലായാലും പരോക്ഷമായാലും ഇത് ബാധിക്കുന്നത് മൊത്തം ചൈനയാണ്. അമേരിക്ക അത് നേരിട്ട് ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. ആയുധ വിപണിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡോളറിന് ഇത് വരുമ്പോൾ വ്യവസായം ബാധിക്കുമ്പോൾ അവർ പ്രശ്നം ഉണ്ടായേക്കാം. പക്ഷേ അവർക്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ മുൻകൂട്ടി കാണുന്ന സമയത്ത് നോക്കുമ്പോൾ ചൈനക്കാണ് ഇത് തിരിച്ചടിയാവുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇതിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ചൈനയുടെയും അമേരിക്കയുടെയും നിലപാട് എങ്ങനെയായിരിക്കുമെന്നാണല്ലോ സൂചിപ്പിച്ചത്. നമ്മൾക്കറിയാം ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അവരുടെ ആയുധങ്ങളെക്കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ ഇവിടെ വാർത്തയായിട്ടുണ്ടായിരുന്നു. ഇവരുടെ ആയുധങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം തകർക്കാൻ പറ്റും, എത്രത്തോളം ദൂരം മിസൈലുകൾ സഞ്ചരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തകൾ ഉണ്ടായല്ലോ. അപ്പം ഇന്ത്യ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഈ മറ്റ് ആയുധ നിർമ്മാണ രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ഇന്ത്യയുടെ ഒരു ഡിപ്ലോമസി എന്താണ് ഇതിനകത്ത്? ഇന്ത്യ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ നമ്മുടെ സ്ട്രെങ്ത് കാണിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ബ്രഹ്മോസിന്റെ ഒരു കരുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയും ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യമാണ്. അവിടെ നിന്നൊരു രാജ്യം കൂടെ വരുമ്പം ഈ പറഞ്ഞ പോലെ ആയുധ മേഖലയിൽ അല്ലെങ്കിൽ ആയുധ വ്യാപാരത്തെ മൊത്തം ബാധിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യ തെളിയിക്കുകയാണ് നമ്മൾ ആയുധം വിൽക്കാനുള്ള അല്ലെങ്കിൽ ആയുധം മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാനത്ര ശേഷി വന്നു എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്ക് മാത്രമല്ല ഈ ആയുധ വിപണിയിലുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. ഇന്ത്യ ആത്മനിർഭർ ഭാരതിലൂടെയാണ് ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയിൽ മേക്ക് ഫോർ ദ വേൾഡിലേക്ക് ഒരു പോളിസി, അത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു രീതിയിലേക്ക് മാറും. അല്ലെങ്കിൽ നമ്മുടെ സൈനിക ശക്തിയുടെയും കേന്ദ്രത്തിൻ്റെ ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് അത് മാറുന്നതാണ്. മറ്റു രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ത്യ ഇതാ വരുന്നു. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ റഷ്യ, ചൈന, ഫ്രാൻസ്, അമേരിക്ക പറഞ്ഞ രാജ്യങ്ങളുടെ ആ ശ്രേണിയിലേക്ക് ഇന്ത്യയുടെ പേരും കൂടെ എഴുതി ചേർക്കപ്പെടുകയാണ്. നമുക്കറിയാം ആയുധങ്ങളും ഈ ആയുധ വിപണിയും അത് വല്ലാതെ ലോകരാജ്യങ്ങളെ മൊത്തം നയിക്കുന്നതിൽ ഒരു നിർണായക ശക്തിയാണ്. അവിടേക്ക് ഇന്ത്യ എത്തുന്നു പറയുമ്പം അത് വല്ലാത്തൊരു ഒരു ഉയർച്ച, ഇന്ത്യക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു വളർച്ച തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വരുന്നത്. മറ്റു രാജ്യങ്ങൾക്ക് അത്ര സുഖകരമായിരിക്കില്ല, പക്ഷേ ഇന്ത്യ വളർന്നു വരികയാണെന്ന് ഇന്ത്യക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ഇന്ത്യയുടെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി പറ്റും. ഈ കൂടുതൽ രാജ്യങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്ന വഴി ഈ ആയുധം വാങ്ങുമെന്ന് പറയുന്നത് ഇപ്പം രാജേഷ് കുമാർ സിംഗ് ആദ്യം പറയുന്നുണ്ട് ആയുധങ്ങൾ കൊടുക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസമില്ലാത്ത രാജ്യങ്ങൾക്ക് നമ്മൾ കൈമാറില്ല. ആ വിശ്വാസം ഊട്ടിയുറപ്പിൽക്കുള്ളിലാണ് ടെക്നോളജി ഷെയർ ചെയ്യുമെന്ന് പറയുമ്പോൾ. അപ്പോൾ ആ രീതിയിലേക്ക് വളരുമ്പോൾ ഇന്ത്യയുടെ ഒരു ബെൽറ്റ് വളരെ വലുതായി വരികയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിശ്വാസമുള്ള രാജ്യങ്ങളുടെ ബെൽറ്റ് വലുതായി വരികയാണെന്നുള്ള ഒരു കാര്യം കടന്നുകൂടി അതിൽ വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുന്ന സമയത്താണെങ്കിലും സാധാരണക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്ന് യുദ്ധം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സാധാരണക്കാർ നമ്മളൊക്കെ എപ്പോഴും പറയുന്നത്. എത്ര പേരാണ് നിരപരാധികളാണ് മരിച്ചു വീഴുന്നത് ഒക്കെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഒരു ആയുധ കരാർ ശക്തിപ്പെടുന്ന സമയത്ത് ഈ സാധാരണക്കാർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണ്? പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ആണെങ്കിലും എന്ത് നേട്ടമാണ് അവർക്ക് ജീവിതത്തിൽ? അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ് യുദ്ധം ആർക്കാണ് ലാഭം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കുന്ന സമയം. യുദ്ധത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത് യുദ്ധങ്ങൾ എന്ത് വന്നാലും നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് മാത്രമേ അതിൽ ബാക്കിയുണ്ടാവും. അവസാനം വരുന്നത് നഷ്ടങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ ഇത്തരം കരാറുകൾ വരുമ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയ പോലെ തന്നെ ഇന്ത്യ ഒരു പുതിയ ശ്രേണിയിലേക്ക് വളർന്നു വരികയാണ്, പുതിയ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പം വിദേശത്തുള്ള പ്രവാസി മലയാളികൾക്ക് ഉൾപ്പെടെയുള്ളവരുടെ ഒരു കാഴ്ചയിൽ ഇന്ത്യ ഒരു 100 കോടി 140 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യമായിട്ട് മാത്രം മാറുന്നൊരു ഘട്ടത്തിലാണുള്ളത്. വലിയൊരു ജനസംഖ്യയുള്ള രാജ്യം മാത്രമാണ്, ആൾക്കൂട്ടം മാത്രമാണെന്നുള്ളത്. അവിടെ നിന്ന് മാറിയിട്ട് നിർണായക ശക്തിയായിട്ട് നമ്മുടെ രാജ്യം മാറുവാണ്. ആയുധ ഇടപാടിലൂടെ ആയാലും മറ്റു രാജ്യങ്ങളുടെ ഒരു ബഹുമാനം പിടിച്ചുവിടുന്നത്, ഒരു ബഹുമാനം, ഒരു ആദരവ് പിടിച്ചുവിടുന്ന രീതിയിലേക്ക് വളരുമ്പോൾ അത് ഈ രാജ്യങ്ങൾക്ക് ഇതാവും. അപ്പം നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിനെ ഉൾപ്പെടെ ബഹുമാനിക്കാൻ നിർബന്ധിതരാക്കുന്ന രീതിയിലേക്ക് വരും. ഒരു നിലവാരം ഉയർന്ന രീതിയിലേക്ക് തന്നെ ആ ഒരു മാറ്റം വരുന്നതിനാണ് അതിൽ ഏറ്റവും വലിയ ഘടകമായിട്ട് കാണുന്നത്. ഇതൊക്കെ വരുമ്പോൾ രാജ്യാന്തര തലത്തിൽ പ്രവാസികൾക്കായാലും ഒരു ബഹുമാനം ലഭിക്കുകയും ഒരു നമ്മുടെ വിപണിയിലേക്കായാലും നമുക്ക് ആ രാജ്യങ്ങളിലേക്കായാലും ഒരു ബന്ധങ്ങൾക്കും അത് ഒരു മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. ആ ഒരു ഗുണം മാത്രമാണ് ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്.